ഹേയ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഈവനിങ് ടു നൈറ്റ് വ്ളോഗാണ്. ഒരു മിനി വ്ളോഗ്, റാൻഡംലി ഷൂട്ട് ചെയ്ത വ്ളോഗാണോ ചോദിച്ചാൽ യെസ്, അങ്ങനെയും പറയാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതാ ഞാൻ ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, പിറ്റേ ഡേ കോളേജിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. അത് മേടിക്കാനും പിന്നെ കുറച്ച് ഗ്രോസറി ഐറ്റംസ് മേടിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോയതായിരുന്നു. തിരിച്ചെത്തിപ്പോയത് നൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ വീട്ടിലെത്തിയതിന് ശേഷം എൻ്റെ മെയിൻ പരിപാടി വേറെ ഒന്നുമല്ലായിരുന്നു. എനിക്ക് നല്ല ക്രേവിങ്സ് ഉണ്ടായിരുന്നു മാംഗോ സാഗ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, നേരെ മാംഗോ എടുത്ത് പീൽ ചെയ്തു അത് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു റെസിപ്പിയും കൂടി നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചു. വീഡിയോയിൽ റെസിപ്പിയും കൂടെ ഉണ്ടാക്കിക്കോട്ടെ വിചാരിച്ചു, വീഡിയോ ഒക്കെ ലോങ് വേണ്ടേ. അപ്പോൾ പിന്നെ ഞാൻ നേരെ അത് ഉണ്ടാക്കാൻ പോയി. അത് തന്നെ മാംഗോൻ്റെ പൾപ്പ് എടുത്തിട്ടുണ്ട്, അതിനകത്ത് കുറച്ച് മിൽക്ക് ഒഴിക്കുന്നുണ്ട്. ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണ് എടുക്കേണ്ടത്. മെഷർമെൻ്റ് ഒന്നും പറഞ്ഞത് എനിക്കറിയില്ല, അതുകൊണ്ടാണ്. പിന്നെ കുറച്ച് മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്യുന്നുണ്ട്. മിൽക്ക് മെയ്ഡ് നിങ്ങൾ പുളിയുള്ള മാങ്ങയാണെങ്കിൽ അത്യാവശ്യം ഉപയോഗിക്കേണ്ടി വരും. ഇതിൻ്റെ കുറച്ച് പഴുത്ത മാങ്ങ ആണെങ്കിൽ പോലും ഞാൻ അത്യാവശ്യം ആ ടിന്നിൻ്റെ ഒരു പകുതിയോളം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം മധുരം ബാലൻസ് ചെയ്യാൻ എനിക്ക് ആവശ്യം തോന്നിയിട്ടുണ്ട്. പിന്നെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണ് മിൽക്ക് മെയ്ഡും യൂസ് ചെയ്യേണ്ടത്. അപ്പം എനിക്ക് കറക്റ്റ് മെഷർമെൻറ്റ് അറിയില്ല. നിങ്ങൾ വേണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി, മധുരം വരുന്നുണ്ടോ എന്ന് എനിക്ക് അങ്ങനെ പറഞ്ഞു തരാനേ അറിയുള്ളൂ. പിന്നെ അത് നിങ്ങളെ ഐഡിയക്ക് ഒന്ന് ജസ്റ്റ് നിങ്ങൾ എത്ര ക്വാണ്ടിറ്റിയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഏകദേശം നിങ്ങളെ സ്വീറ്റും കാര്യങ്ങളൊക്കെ ഓരോരുത്തർ ആണല്ലോ. ചിലപ്പം ഇത്രയൊന്നും മധുരം ചിലർക്ക് ആവശ്യം വരില്ല. പക്ഷേ എനിക്ക് ഇത്ര വേണമായിരുന്നു, നല്ല കറക്റ്റ് ആ ഒരു മധുരം കിട്ടുള്ളായിരുന്നു. ഓവറാക്കരുത്, ഇടയ്ക്കിടയ്ക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണത് ഏറ്റവും നല്ലതാണ്. പിന്നെ അത് കഴിഞ്ഞ ശേഷം നേരെ എടുത്തിരിക്കുന്നത് സാഗോണ്. സാഗ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ജസ്റ്റ് സാഗ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ പാത്രത്തിലൊന്നും ഇത് ഫില്ലായിട്ടില്ലായിരുന്നു. ഫില്ല് ഓവറായിട്ട് ഞാൻ വേറെ വലിയൊരു പാത്രമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഞാൻ പാത്രം മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല. പിന്നെ ഇതിക്ക് കുറച്ച് സാഗോ ഇട്ട് കൊടുക്കുന്നുണ്ട്. സാഗോ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. കാരണം ആ ഒരു ഡെസേർട്ട് കഴിക്കുന്ന സമയത്ത് ആ ഒരു സാഗും മാംഗോൻ്റെ ആ ഒരു പൾപ്പ് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളൊരിക്കലും മിസ് ചെയ്യരുത്, ഉണ്ടാക്കി നോക്കുക വീട്ടിൽ. ഭയങ്കര ടേസ്റ്റാണ് മാംഗോ സാഗോ. അപ്പോൾ ഇത് നമ്മൾ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ പിന്നെ അതിന് ശേഷം ഞാൻ പോയിട്ട് നേരെ ഒരു ലേസ് കഴിച്ചു. ഇത് കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ പോയി ഫ്രഷായി കാര്യങ്ങളും, പക്ഷെ അതും സ്കിൻ കെയറും കാര്യങ്ങളൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. എനിക്ക് വലിയ സ്കിൻ കെയർ ഒന്നും ഇല്ല. പിന്നെ നേരെ വന്നിട്ട് ഇന്ന് ജൂലൈ ആണ്, ഞാൻ എടുക്കുന്നത് ജൂലൈ 1-ാം തീയതിയാണ്. ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ജൂലൈ 2-ാം തീയതി ആയിരിക്കും ഗൈസ്. കാരണം ഒരുപാട് വീഡിയോസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇപ്പോഴും അപ്ലോഡ് ചെയ്തിട്ടില്ല. ഇൻഷാ അല്ലാ ഇനിയെങ്കിലും അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഞാൻ നോക്കും. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഇൻഷാ അല്ലാ എന്തായാലും ഒരു ചാലഞ്ച് തുടങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഡു സപ്പോർട്ട് ഗൈസ്. അപ്പോൾ ഞാൻ ഫസ്റ്റിന് ജൂലൈൻ്റെ ജേണൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കവർ പേജ് മാത്രം ഞാൻ ചെയ്യുന്നുള്ളൂ. കാരണം ഉള്ളിലത്തതൊക്കെ ഞാൻ പതുക്കെ ചെയ്യാറാണ്. കാരണം എനിക്ക് കവർ പേജ് ചെയ്യുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് കിട്ടുക. പിന്നെ ആ മന്തിൽ ഞാൻ പുതിയതായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് അടുത്ത മന്തിൻ്റെ കവർ പേജ് വരെ ഉണ്ടാവും. അല്ലാണ്ട് ടോട്ടലി ഒരു ജേണൽ ഞാൻ സെറ്റാക്കാറില്ല. അതിന് മുന്നത്തേനുണ്ട്, പക്ഷേ ഞാൻ കൂടുതലും ഇങ്ങനെ ചെയ്യാറാണുള്ളത്. അതാവുമ്പോൾ ഓരോ ഡേയ്സിൽ പ്രത്യേകിച്ച് പുതിയതായിട്ട് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യും. അപ്പം ഞാൻ ഇന്നത്തെ തീം എനിക്ക് കറക്റ്റ് ഒരു തീമൊന്നും കിട്ടിയില്ല. അപ്പം പിന്നെ ഞാൻ എൻ്റെ ഐഡിയക്ക് ഒരു തീം എടുത്ത് ഞാൻ അത് പിൻട്രസ്റ്റിലൊക്കെ സെർച്ച് ചെയ്തപ്പോഴും എനിക്ക് അത്രയ്ക്ക് അടിപൊളിയായിട്ട് കുറേയൊക്കെ യൂസ് ചെയ്ത തീം തന്നെ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ എടുക്കാമെന്ന്. ഓൾറെഡി ഞാൻ പെൻസിൽ വെച്ചിട്ട് തന്നെ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ബ്ലാക്ക് കളർ പെൻ വെച്ചിട്ടാണ് ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ജസ്റ്റ് കളർ ചെയ്യാൻ ചെയ്യുന്നത്. ഇതൊരു ബ്ലാക്ക് ആദ്യം ഞാൻ വിചാരിച്ചു റൈറ്റിംഗ് ഒരു ബ്ലാക്കിൽ കൊടുക്കാമെന്ന്. പിന്നെ ഞാൻ എഴുതിയത് ഒരു ഗ്രേ തീമിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ എല്ലാത്തിൻ്റെ ഔട്ട്ലൈൻ വരച്ചതിന് ശേഷം ഞാൻ അതിനെ പറ്റിയ ഒരു മാച്ചിങ് കളറാണ് കൊടുത്തിട്ടുള്ളത്. പ്രത്യേകിച്ചൊരു തീം അങ്ങനെ ഞാൻ കൊടുത്തിട്ടില്ല. കളർഫുള്ളാണ്. പിന്നെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു ലവ് മാത്രം, ആ ഒരു ഹേർട്ട് ഷേപ്പ് മാത്രം കുറച്ചൊരു റെഡ് കളറിൽ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡെയിലി ഇടാൻ ഞാൻ ശ്രമിക്കാം ഇൻഷാ അല്ലാ. ആൻഡ് വീക്ക്ലിയെങ്കിലും ഞാൻ ഇടാൻ ശ്രമിക്കാം. ഇപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ വീഡിയോസ് ഭയങ്കര കുറവാണ്. കാരണം ഞാൻ അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. ഇനിയെങ്കിലും നല്ലപോലെ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യണം എന്നാണ്. അപ്പോൾ ഞാനത് ഗൈസ് സ്കൈനാണ് ഇപ്പോൾ കളർ കൊടുക്കുന്നത്. ഒരു ബ്ലൂ കളറിലാണ് കൊടുക്കുന്നത്. ഞാൻ ആദ്യം വരച്ചിരുന്നത് ആ ഒരു സ്കൈ ആൻഡ് മൂണ് അതൊക്കെ ആയിരുന്നു വരച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് പെട്ടെന്നൊരു ഐഡിയയിലാണ് എനിക്ക് ഈ ഒരു ഹേർട്ട് ഷേപ്പ് മൈൻഡിൽ വന്നത്. അപ്പം നല്ല ഭംഗി തോന്നി. ഞാൻ അടിയിൽ ആദ്യം ഈ ഒരു ഹാർട്ട് ഷേപ്പ് മാത്രം വരച്ചെടുത്തിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഒന്ന് ജസ്റ്റ് കളർ ചെയ്തപ്പോൾ അടിപൊളിയായി തോന്നി. ആദ്യം ഞാൻ വരച്ചപ്പോൾ എനിക്ക് അത്ര അടിപൊളിയായിട്ട് തോന്നിയില്ല, പക്ഷേ പിന്നെ ഞാൻ കളർ ചെയ്തപ്പോൾ നല്ല ഭംഗി തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ
ഫുള്ളായിട്ട് ആ ബാക്ക്ഗ്രൗണ്ട്, അതായത് ആ ഒരു ജൂലൈൻ്റെ ഫുൾ സൈഡ് ലൈക്ക് ഞാൻ അത് ചേർത്തെടുത്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ പിന്നെ ഞാൻ ഫുള്ള് കളർ ചെയ്തു. അപ്പോൾ തീം കൈൻഡ്ലി മാറി, ഡിഫറെൻ്റായി. കാരണം ഞാൻ ആദ്യം ഉദ്ദേശിച്ചത് വേറൊരു കളർഫുൾ ലൈക്ക് അങ്ങനത്തെ തീമായിരുന്നു. പിന്നെ വെച്ച് എല്ലാം ഒരുപോലെ സിമിലർ ആയിട്ട് നിൽക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പം ഗൈസ് ഞാൻ കണ്ട ഗ്രേ കളറാണ് ആ ഒരു റൈറ്റിങ്ങിൽ കൊടുക്കുന്നത്. എനിക്ക് ബ്ലാക്ക് കൊടുക്കാനായിരുന്നു ഇഷ്ടം, പക്ഷേ ഞാൻ ആ ഒരു തീമിന് എപ്പോഴും ബ്ലാക്ക് ആക്കണ്ടല്ലോ വിചാരിച്ചിട്ട് പിന്നെ ഞാൻ ഈ ഒരു ഗ്രേ കളർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മളെ കവർ പേജ്, ജേണലിലെ കവർ പേജ് ഫുള്ള് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫുൾ ലുക്ക്. പിന്നെ ഞാൻ ടു ഡോ ലിസ്റ്റിൽ ടിക്ക് ചെയ്തതിന് ശേഷം പിന്നെ ഡയറി പൂട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഞാൻ ടാബിളും കാര്യങ്ങളും ക്ലീൻ ചെയ്യാണ്. അപ്പം തന്നെ ക്ലീൻ ചെയ്ത് വെച്ചാൽ പിന്നെ നമുക്ക് ലോഡ് കുറയും, അല്ലെങ്കിൽ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തന്നെ ക്ലീൻ ചെയ്യണമല്ലോ. അപ്പോൾ പിന്നെ എന്തായാലും എടുക്കുന്ന സമയത്ത് തന്നെ കഴിഞ്ഞാൽ വേഗം ക്ലീൻ ചെയ്യുന്നതാണ് ബെറ്റർ. ആൻഡ് അങ്ങനെ പ്രൊഡക്റ്റീവായിരിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. ആൻഡ് ഡേ ഇൻ മൈ ലൈഫ് ആണെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇപ്പം ഞാനൊരു ഈവനിങ് കോളേജ് വിട്ടതിന് ശേഷമുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇനിയും ഒരുപാട് ലൈക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഞാൻ വ്ളോഗ്സ് ഇട്ടിട്ടില്ല. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഡേ ഇൻ മൈ ലൈഫ് അതുപോലെ പ്രൊഡക്റ്റീവായിട്ട് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നാളത്തെ നോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതാൻ വേണ്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.